ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോ എടുക്കാം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് എന്ത് സർപ്രൈസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതെന്നാണ് കേട്ടോ. ഇത് ഞാൻ 2 പൈല് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക കേട്ടോ, അല്ലാത്തവര് വിട്ടേക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അപ്പൊ തൊട്ടാണ് നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തീരുന്നത് കേട്ടോ. അപ്പോൾ 2 പൈല് വെച്ചിട്ടാണ്. അപ്പൊ ഈ റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആ ബെല്ലിലേക്കിനൊന്ന് ക്ലിക്ക് ചെയ്യണം, മോൾ ഒന്ന് ടച്ച് ചെയ്യണം കേട്ടോ. എന്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോ 2 പൈല് വെച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങളുടെയൊക്കെ ലൈഫിലേക്ക്, നമ്മുടെ എല്ലാവരുടെയും ലൈഫിലേക്ക് ഒരുപാട് സർപ്രൈസുകൾ വരുന്നുണ്ട്. അപ്പൊ അതെന്ത് സർപ്രൈസ് ആണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ 1ാമത്തെ പൈൽ എന്ന് പറയുന്നത് ഈ സ്റ്റോൺ ആണ് കേട്ടോ. ഇതൊരു ഗോൾഡൻ പൈററ്റ് സ്റ്റോൺ ആണ് കേട്ടോ. വെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടാൻ നല്ലതാണ്. അത് ഞാൻ വാങ്ങി വെച്ചതാണ്. 2ാമത്തെ പൈല് ഈ ക്യാൻഡിലാണ് കേട്ടോ, ബ്ലൂ ക്യാൻഡിൽ. അപ്പോൾ ബ്ലൂ ക്യാൻഡിൽ ഇഷ്ടമുള്ളവർ, ബ്ലൂ കളറൊക്കെ ഇഷ്ടമുള്ളവർ ഇത് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇതിനൊന്ന് മാറ്റി വെക്കാം. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പൈല്. അപ്പൊ നമുക്ക് കാർഡ് എടുക്കാമേ. നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന സർപ്രൈസ് എന്താണെന്ന്. നമ്മൾ ഒരുപാട് സർപ്രൈസ് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ. പ്രതീക്ഷിതമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സർപ്രൈസ് ആയിട്ട് നമുക്ക് യൂണിവേഴ്സ് തരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ. കാർഡുകൾ എടുക്കാം. നമുക്ക് ഏഞ്ചൽ മെസ്സേജ് കൂടെ എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന സർപ്രൈസ് എന്തൊക്കെയാണെന്ന് വെച്ചാല്, നിങ്ങൾക്ക് കരിയർ, നിങ്ങൾക്ക് ഒരുപക്ഷെ കരിയർ ആയിരിക്കാം അല്ലെങ്കിൽ ലവ് ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങൾ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണുന്ന ഒരു സർപ്രൈസ് ലഭിക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ പോകുന്നുണ്ട്. ആർക്കൊക്കെയോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കരിയർ ആണെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി, നിങ്ങളൊരു അതോറിറ്റി ഗവൺമെന്റ് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഗവൺമെന്റ് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ് ലഭിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾക്ക് സർപ്രൈസ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എന്താ പറയാ, ഭയങ്കരമായിട്ട് നിങ്ങളൊരു ഇതുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്യുന്ന, അത് ചെറിയ രീതിയിലല്ല, നിങ്ങൾക്ക് വലിയ രീതിയിൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തൊക്കെയോ സർപ്രൈസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ഒരു കഥാകാം, അല്ലെങ്കിൽ അല്ലാത്ത മറ്റു ചിലർക്ക് വരാൻ പോകുന്ന ബിസിനസ് ആണ്. ബിസിനസ്സിലൂടെ ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് വൻപൻ ലാഭമാണ് ലഭിക്കാൻ പോകുന്നത്. ഒരുപാട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ലഭിക്കാൻ പോകുന്നുണ്ട്. ഇതൊരു പാർട്ട്ണർഷിപ്പിന്റെ കാർഡ് കൂടിയാണ്. നിങ്ങളൊരു കൂട്ട് ബിസിനസ്, ആരെങ്കിലുമായിട്ട് പങ്കാളികളായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്, ഏതൊരു ബിസിനസ്സിലും പങ്കാളികളുണ്ടല്ലോ, അപ്പോ അതിലൂടെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അധികം ഒരു ലാഭമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പ്രോഫിറ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക്, അല്ലെങ്കിൽ ബിസിനസ്സിന് നിങ്ങൾക്ക് നിങ്ങളെ പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ സർപ്രൈസ് നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിൽ ലഭിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ലഭിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം, അതായത് നിങ്ങൾക്ക് കൂടിയ സാലറി, നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ കൂടിയ സാലറിയോടുകൂടി നിങ്ങൾക്ക്
പ്രൊമോഷൻ ലഭിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്ത് നല്ല രീതിയിൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും അതാണ് നിങ്ങളുടെ ഒരു കരിയർ ബേസ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങളാണ് പല കാര്യങ്ങളും. എന്തോ നിങ്ങൾക്ക് പുതിയതായിട്ട് അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങളുടെ കരിയർ ബേസ് ചെയ്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു ഹെൽപ്പ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വഴിയിലൂടെ ആരോ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ്, ഒരു സാമ്പത്തിക സഹായം നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആണ്. ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വലിയൊരു ഡെപ്പോസിറ്റ് ലഭിക്കുന്നതാകാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും വലിയൊരു ബിസിനസ് ലഭിക്കുന്നതാകാം. നിങ്ങൾക്ക് ഒരു ആരെങ്കിലും ഒരു റെക്കമെൻഡ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവാം. അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളിലേക്ക് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഫൈനാൻസ് ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും വഴിയിലൂടെ ഒരു ലോണായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കടമായിട്ടോ ഏതോ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് എന്തോ ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. പണം ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ നിങ്ങളുടെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ കടം കൊടുത്ത എമൗണ്ട് കിട്ടാതിരുന്നത്, നിങ്ങൾ ഒരുപക്ഷെ മറന്നുപോയതോ അല്ലെ കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാമ്പത്തികം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ അത് നിങ്ങൾ കിട്ടില്ലെന്ന് വിചാരിച്ച ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ടാവാം. അങ്ങനെ ഏതൊക്കെയോ വഴികളിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു സർപ്രൈസ് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇതുവരെയും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയവരാണ്. ഇതുണ്ട്, ഈ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് ഇതുവരെ കടന്നു പോയിട്ടുണ്ടാവുക. നിങ്ങളൊരു ജഡ്ജ്മെന്റിലായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ, നിങ്ങളൊരു ജഡ്ജ്മെന്റ്, അതായത് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇത് 10 of Swords എന്ന് പറയുമ്പോൾ മരണതുല്യമായ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാസ്റ്റ് ആണ് അല്ലെങ്കിൽ പ്രസന്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ 8 of Swords, ചുറ്റിനും വേലി കെട്ടി കണ്ണു കെട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു പാസ്റ്റ് ആയിരിക്കണം നിങ്ങൾക്ക് ഇതുവരെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അതൊരു ജഡ്ജ്മെന്റ് കാലഘട്ടം കൂടിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നതിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക പലതും നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി യൂണിവേഴ്സ് ആയിട്ട് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും. അല്ലെ കുറച്ചും കൂടെ നിങ്ങൾക്കൊന്ന് ഒരു സ്റ്റെബിലിറ്റി വരാൻ, അല്ലെ കുറച്ചും കൂടെ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒക്കെയുള്ള ഒരു സിറ്റുവേഷൻ. നിങ്ങൾക്ക് ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. ആരൊക്കെയോ നിങ്ങളെ ഒരുപാട് ചീറ്റ് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ സാമ്പത്തികമായിട്ടായാലും പല രീതിയിലും ചീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നിന്ന് രീതിയിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നല്ലൊരു സ്റ്റെബിലിറ്റി വരികയാണ്. അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയിരുന്നിരിക്കും ഒരുപക്ഷെ, എന്റെ ലൈഫ് ഇനി മുന്നോട്ടേക്ക് പോവോ, അല്ലെങ്കിൽ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, കണ്ടോ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി എനിക്കൊരു ജീവിതമുണ്ടോ, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ടേക്ക് പോകും, ഇതുകൊണ്ട് അവസാനിച്ചോ എന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യനുമായിട്ടിരുന്ന സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. ഒരു സർപ്രൈസ് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അതിനു വേണ്ടുന്ന വ്യക്തികളെയോ സാഹചര്യങ്ങളോ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കും. ഒരു ഹെൽപ്പ്, ഒരു സഹായത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നവരാണെങ്കിൽ, ഒരു ഹെൽപ്പ് ഇനി ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, ഈ അവസ്ഥയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് കൈപിടിച്ചുയർത്തിയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ എത്തിക്കും. ഒരുപക്ഷെ സാഹചര്യങ്ങളാവാം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സാഹചര്യമാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടിനായിട്ടൊരു വ്യക്തിയാവാം. അതും പറയുന്നുണ്ട്, ഇതൊരു പാർട്ട്ണർഷിപ്പാണ്. അപ്പൊ ഒരു വ്യക്തിയാവാം, ഇങ്ങനെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ ഉള്ള ഈഗോയെ കളയാൻ പറയുന്നുണ്ട്. നിങ്ങൾ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളായിരുന്നിരിക്കും ഒരുപക്ഷെ മുൻപ്. അപ്പൊ അതൊക്കെ നിങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ ചീത്തയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കുറച്ചും കൂടെ നല്ല രീതിയിൽ നിങ്ങളെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചാൽ മതി. ഇനി പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിക്ടറിയാണ് ഇരിക്കുന്നത്, വിജയം നിങ്ങളെ കാത്തിരിക്കുന്നത്. ചിലർക്ക് ഇവിടെ എനിക്ക് കാണുന്ന ഒരു വിദേശ യാത്ര കാണുന്നുണ്ട്. അതായത് ഒരു ബ്രില്യന്റ് സക്സസ്, നിങ്ങളെ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സക്സസ് ആണ് നിങ്ങൾക്ക് ഇവിടെ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു വിദേശ യാത്രയാകും. വിദേശത്ത് പോകാൻ വേണ്ടി നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു ഓഫർ ലഭിക്കുന്നതായിരിക്കാം. നിങ്ങൾ അല്ലെങ്കിൽ അതിനായിട്ട് അത് എന്റെ ജീവിതത്തിൽ അത് നടക്കില്ല,
അല്ലെങ്കിൽ എനിക്ക് പോകാനായിട്ട് പണമില്ല, വിദേശത്തൊക്കെ പോകണ ഒരുപാട് പണം വേണം, എനിക്ക് പണമില്ല, ആരും സഹായിക്കാനില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സർപ്രൈസ്, ഒരു പക്ഷെ ഒരു വ്യക്തിയോ സാഹചര്യങ്ങളോ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തി. ഏതെങ്കിലും ഒരു വ്യക്തി മുഖേന നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ പറ്റും, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ യൂണിവേഴ്സ് എത്തിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള എന്തോ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്നവരായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് പോകാനായിട്ട് ഒരു സാമ്പത്തികമൊന്നുമില്ല, വിദേശത്ത് പോകണമെങ്കിൽ ലക്ഷങ്ങൾ വേണം, നിങ്ങളുടെ അതൊന്നുമില്ല. പക്ഷെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണ്, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുമോ, നിങ്ങൾ അപ്ലൈ ചെയ്യുമായിരിക്കും. പക്ഷെ നിങ്ങൾ ക്വാളിഫിക്കേഷനുള്ള നല്ല ഡിഗ്രിയൊക്കെ ഉള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നല്ല പ്രൊഫഷണൽസ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് പോകാൻ ക്യാഷിലായിരിക്കാം, പോകാനായിട്ടുള്ള ഫണ്ടില്ലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് സ്കോളർഷിപ്പോടുകൂടി ജോലിക്കായിട്ടൊക്കെ പോകാനുള്ള അവസരങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പഠിക്കാനും ജോലിക്കായിട്ടൊക്കെ ഇങ്ങോട്ട് സ്കോളർഷിപ്പ് വാങ്ങി പോകാനുള്ള അവസരങ്ങൾ ആർക്കൊക്കെ വരുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് പ്രൗഡ് ആകുന്ന എന്തോ നിമിഷങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ആ രീതിയിലുള്ള സർപ്രൈസ് ഒക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതെന്ന് എനിക്കിവിടെ കാണുന്നത്. ഇനിയുടെ ലവ് റീഡിംഗ് ആണെങ്കിൽ തന്നെ ഇവിടെ കാണുന്നത് ഒരുപാട് നിങ്ങളുടെ ഒരു വ്യക്തിക്ക്, നിങ്ങൾ ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട്. ആ ഒരു വ്യക്തി ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ ഇനി അത് വിട്ടുകളഞ്ഞിട്ടുണ്ടാവാം. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഒരുപാട് പെയിൻ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് രീതിയിൽ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, ഒരുപാട് പെയിൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം. എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവാം. എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലൂടെ പോകുമ്പോൾ കുറെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ വിട്ട് കളഞ്ഞിട്ടുണ്ടാകും. ഇനി അതെന്റെ ലൈഫിലേക്ക് വരില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ആ ഒരു വ്യക്തിയെ വിട്ട് കളഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടാവാം. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് എത്തുകയാണ്. അതായത് നിങ്ങളുടെ പാഷനെ കണ്ടെത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്ത് നല്ലൊരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തി, സ്റ്റെബിലിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ പോകുന്ന നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് ഒരു സർപ്രൈസ് നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുതരുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് തന്നെയാണ്. പക്ഷെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിൽ ഒരുപാട് പെയിൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഒരുപാട് പെയിൻ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു അവസാനം നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പുറകെ ഫോളോ ചെയ്ത് സഖി കെട്ട് അതിനകത്ത് നിന്ന് ഒരുപാട് നിങ്ങൾക്ക് പല പാഠങ്ങളും പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾ ലെസൺ ചെയ്യുകയായിരുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ലെസൺ കിട്ടി. അതോടെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആയി വരികയാണ്. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിലെത്തി, നിങ്ങൾ വലിയ നല്ലൊരു പൊസിഷനിലെത്തി. ഒരുപക്ഷെ നിങ്ങൾ വളരെ കരിയറിൽ നല്ല ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. കരിയറിൽ നല്ല ഉയരങ്ങളിലെത്തി നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോയി. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളെയാണ് ആ ഒരു ലെവലിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പോയിട്ടുള്ള വ്യക്തികൾക്ക് ആ ഒരു നിങ്ങളുടെ ലവറെ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുതരുന്നതായിട്ടും കാണുന്നുണ്ട്. അതൊരു സർപ്രൈസ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്, നിങ്ങളെ തേടി വരികയാണ്. ആ വ്യക്തി നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ഉയർച്ചയും വളർച്ചയും എല്ലാം ആ വ്യക്തി നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു വ്യക്തി നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയി. അപ്പോൾ നിങ്ങളെ തേടി ആ ഒരു വ്യക്തി വരുന്നതായിട്ട് ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. അതാണ് ചിലർക്കുള്ള സർപ്രൈസ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെ നിങ്ങളുടെ ലവർ ആരാണോ ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ നിങ്ങൾ ഫുള്ള് നിങ്ങളുടെ എഫേർട്ട് കൊടുത്ത് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമോ, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോവുക, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുമോ, നിങ്ങളുടെ ലവ് ലെറ്റ് ഗോ ചെയ്ത് നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാൻ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും യൂണിവേഴ്സ് ആയിട്ട് അത് നിങ്ങളിലേക്ക് ഉണ്ട്. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക, നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ വാല്യൂ ഉയർത്തുക. ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് വാല്യൂ ഇല്ലെന്ന് മനസ്സിലായാൽ ആരും നിങ്ങളുടെ പുറകെ വരില്ല. നിങ്ങൾക്ക് വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരും, യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടുതരികയും ചെയ്യും കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഒരുപാട് പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വിക്ടറിയാണ്.
ഒരുപാട് ചോയ്സസ് പല വഴിയിലൂടെ സാമ്പത്തികം വരാനുള്ള ചോയ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ബ്രില്യന്റ് സക്സസ് ആണ് നിങ്ങൾക്ക് കാണുന്നത്. വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സക്സസ്, ജോയ്ഫുൾ ആയിട്ടുള്ള വളരെ സന്തോഷകരമായ ഒരു ലൈഫാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ സന്തോഷം അനുഭവിക്കാൻ പോകുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട്. ഒരുപക്ഷെ മദ്യമോ, ആവശ്യമില്ലാത്ത സ്ത്രീകളെ ചീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഹാബിറ്റ്സ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ചില വ്യക്തികൾക്ക് ഉള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കളയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ തരികയുള്ളൂ. ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ഈ കാണുന്ന രീതിയിലുള്ള 10 എപ്പിസോഡ്സ് 8 എപ്പിസോഡ്സ് എന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ പോയത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ മദ്യത്തിനൊക്കെ അടിമയായിട്ടിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാൻ പറയുന്നുണ്ട്. എങ്കിലേ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വരികയുള്ളൂ. യൂണിവേഴ്സ് ആയിട്ട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയുള്ളൂ എന്നിവിടെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ ചിലര് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താ പറയാ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി വരുന്നതോടെ ഒരുപക്ഷെ നിങ്ങളുടെ ഈ പറയുന്ന അഡിക്ഷനൊക്കെ ഉപേക്ഷിക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിക്കളയുന്നുണ്ട്. ഇവിടെ ചിലരുടെ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് പ്രൊമോഷനാണ്. അവാർഡുകൾ ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ചില കാര്യങ്ങളിൽ ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം കഴിവുകൾ കൊണ്ട് നിങ്ങൾ വികസിപ്പിച്ചെടുത്ത്, നിങ്ങളുടെ കലയൊക്കെ വികസിപ്പിച്ചെടുത്ത് മുന്നോട്ടേക്ക് പോയ വ്യക്തികളാവാം എന്ന് തോന്നുന്നു. ആ രീതിയിലുള്ള വ്യക്തികൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അവാർഡ് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് പഠിക്കാനായിട്ട് ജോലിക്കൊക്കെ ആയിട്ടുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നു. സ്കോളർഷിപ്പോടുകൂടി വിദേശത്ത് പഠിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുന്നതായിട്ട് ഇവിടേക്ക് കാണുന്നുണ്ട്. അങ്ങനെ സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് സക്സസ് ആണ് പലർക്കും വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ, നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക, നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കാൻ ഇവിടെ പറയുന്നുണ്ട്. കോൺഫിഡൻസോടുകൂടി ഇരിക്കാൻ പറയുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് വരും, ഒരുപാട് പ്രോബ്ലംസ് ലൈഫിൽ വരും. അതിനെയൊക്കെ സ്ട്രോങ് ആയിട്ട് തന്നെ നേരിടാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എങ്കിലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. എന്തെങ്കിലും ഒരു ദോഷം ആയിട്ടുള്ള അവസ്ഥ അല്ലെ മോശമായിട്ടുള്ള അവസ്ഥ ലൈഫിൽ വരുന്നത്, അതൊക്കെ നമ്മളുടെ ലൈഫിൽ വരുന്നതാണ്. ഇത് കഴിഞ്ഞൊരു നല്ല സമയം തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകും. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നമ്മൾ തളർന്നു പോവേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. തളരാതെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന സർപ്രൈസ് കേട്ടോ. പിന്നെ ഇവിടെ എനിക്ക് വേറെ പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ, നിങ്ങളുടെ സാമ്പത്തികമൊക്കെ നല്ല രീതിയിലൊന്നും മെച്ചപ്പെടാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരത്തിനായിട്ട് കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർക്ക് സൊല്യൂഷൻ ആയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ട്, നല്ല നല്ല റിസൾട്ടാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നിങ്ങൾ എന്റെ വാട്സപ്പിലേക്ക് വന്നാൽ മതി. വിളിക്കണം എന്നില്ല, എപ്പോഴും വിളിച്ച ഫോൺ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ വാട്സപ്പിലേക്ക് വരിക കേട്ടോ. അപ്പൊ പേഴ്സണൽ റീഡിങ്ങിനാണോ അല്ലാതെ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ആണോ എന്ന് പറയണം വരുമ്പോഴത്തേക്കും കേട്ടോ. അപ്പൊ ഇതാണ് ഈ ഒരു റീഡിങ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് രണ്ടാമത്തെ പൈലായിട്ടുള്ള ക്യാൻഡിൽ നോക്കാമേ. രണ്ടാമത്തെ പൈല സെലക്ട് ചെയ്ത ക്യാൻഡിലെ റീഡിങ് നോക്കാം. എന്തൊക്കെ സർപ്രൈസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോണേ. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോണ സർപ്രൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫോളാണ് കിട്ടിയിട്ടുള്ളത്, മജീഷ്യൻ കിട്ടിയിട്ടുണ്ട്, നൈറ്റ് കപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കാം.
ഇത്രയാണ് കാർഡുകൾ എടുത്തത്. ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് സർപ്രൈസ് ആയിട്ട് എന്തൊക്കെയോ മാജിക് സംഭവിക്കാൻ പോകുന്നുണ്ട്, മിറക്കിൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതാണ് എനിക്കിവിടെ കാണുന്നത്. ഇവിടെ ചിലർക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് എന്തൊക്കെയോ മിറക്കിളാണ് സർപ്രൈസ് ആയിട്ട് വരുമ്പോൾ. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ മിറക്കിൾ സംഭവിക്കുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു നിങ്ങളുടെ ലൈഫിലേക്ക്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം മിറക്കിളായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ നിന്ന്. അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്വിച്ച് വേർഡ്സ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, അങ്ങനെയൊക്കെ എന്തൊക്കെയോ നിങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. വളരെ നല്ല രീതിയിൽ ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടിയിട്ട്. ഒരുപക്ഷെ സാമ്പത്തികം ലഭിക്കാനോ എന്തൊക്കെയോ നിങ്ങൾ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് മിറാക്കിൾ സംഭവിക്കുന്നു. അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സർപ്രൈസ്. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മിറാക്കിൾസ് സംഭവിക്കുന്നു നിങ്ങളുടെ ലൈഫിലേക്ക്. അതിന്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കുകയാണ്. 3 കപ്പ് അതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ തുടക്കങ്ങളാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തില് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികമായിട്ടുള്ള സന്തോഷം കൊണ്ടുതരുന്ന വിജയമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലധികം. അതായത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ബിസിനസ്സിലൊക്കെ നല്ല രീതിയിൽ സാമ്പത്തികം വരുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതായിട്ട് കാണും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബിസിനസ്സുകൾ വരികയാണ്. നിങ്ങൾ ആ രീതിയിലുള്ള അതിന്റെ ഒരു ആഘോഷം, സക്സസ് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിന്റെ ഒരു ആഘോഷം ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ബിസിനസ് അഭിവൃദ്ധി പ്രാപിച്ചതിന്റെ അല്ലെങ്കിൽ ബിസിനസ്സിൽ നല്ല ബിസിനസ് ലഭിച്ചതിന്റെ പല ടൈപ്പിലുള്ള ബിസിനസ്സുകളുണ്ട് അല്ലെ. അപ്പം സാമ്പത്തികം ലഭിക്കുന്ന രീതിയിലുള്ള ഫൈനാൻസ് പരമായിട്ടുള്ള പല പല ബിസിനസ്, ഇൻഷുറൻസ്, ഡെപ്പോസിറ്റ് ചെയ്യുന്ന കമ്പനീസ്, അങ്ങനെയൊക്കെ ഒത്തിരി ബിസിനസ് കമ്പനികളുണ്ട്. പിന്നെ പ്രോഡക്ട്സിന്റെ പർച്ചേസ് അല്ലെ, പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പല ബിസിനസ്സുകളാണ്. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് വമ്പൻ ലാഭം ലഭിച്ചതിൻ്റെതായിട്ടുള്ള ആഘോഷം, എന്തോ മിറാക്കിൾ നിങ്ങൾക്ക് അവിടെ സംഭവിക്കുന്ന ആർക്കൊക്കെ നല്ല രീതിയിൽ സംഭവിക്കുന്നുണ്ട്. അത് വളരെയധികം സക്സസ്. നിങ്ങൾ വളരെ സ്റ്റേൺ ആയിട്ടും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളെ എനിക്ക് കാണുന്നത്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഏത് മിറക്കിൾ, എങ്ങനെ മിറക്കിൾ കൊണ്ടുവരണം, അല്ലെ എങ്ങനെ നിങ്ങളുടെ ലൈഫ് സക്സസിലേക്ക് എത്തിക്കണം എന്ന് അറിയാവുന്ന വ്യക്തികളാണ് നിങ്ങൾ. മജീഷ്യനും ക്യൂൻ ഓഫ് വാണ്ടും അതാണ് പറയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, സ്റ്റേൺ ആയിട്ടുള്ള, നിങ്ങൾ ആ രീതിയിലുള്ള വ്യക്തികളാണ് ലേഡീസ് ആൻഡ് ജെന്റ്സ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾക്കൊരു കാര്യം ആഗ്രഹിച്ചാൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എടുക്കേണ്ട എഫേർട്ട്, എത്രത്തോളം എഫേർട്ട് വേണ്ടി എടുക്കും, അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കിട്ടുന്നിടം വരെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ചെയ്യാനുള്ളതൊക്കെ ചെയ്തത് നേടിയെടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതാണ് ഇവിടെ എനിക്ക് മജീഷ്യൻ വരുന്നത്. ഇനി അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം എഫേർട്ട് കൊടുക്കണം, അതിന് ഏതറ്റം വരെ പോകണം, ആ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് അതിന് നിങ്ങൾ നേടിയെടുക്കും. വളരെ നല്ല രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചും മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്ത് നേടിയെടുക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് പല കാര്യങ്ങളും. ആ ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സർപ്രൈസ് വരുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സർപ്രൈസസ് വരുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്കോളർഷിപ്പ് ഒക്കെ ലഭിച്ച് നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള, നിങ്ങൾ ഒരുപാട് പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരുങ്ങി വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ നല്ല എക്സലന്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ നല്ല കമ്പനികൾ നിങ്ങളെ ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ നല്ല സാലറിയോടുകൂടി നിങ്ങളെ കമ്പനികളിലൊക്കെ നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്ന നല്ല പൊസിഷനിലൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോടുകൂടിയ നല്ല മാനേജർ പോസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രത്തോളം നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ആ ഒരു രീതിയിൽ നിങ്ങളത് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും ഒരുപക്ഷെ നിങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് കാർഡുകൾ കാണുന്നത്. കരിയറിൽ മാത്രം വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണ്. ഒരുപക്ഷെ നിങ്ങൾ ഗവൺമെന്റ് അതോറിറ്റിയിലൊക്കെ ജോലി ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലെ ഗവൺമെന്റ് അതോറിറ്റികളിൽ
ജോലി ലഭിക്കുന്നതായിട്ട്, നല്ല പൊസിഷനിലൊക്കെ ജോലി ലഭിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഡിഫൻസിലാവാം, അല്ലെങ്കിൽ പോലീസിലാവാം, അങ്ങനെയൊക്കെ നല്ല നല്ല പൊസിഷനിലൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പ്രൊമോഷനും സ്കോളർഷിപ്പും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ പുതിയ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ട്. അതൊക്കെ തേടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളെ തേടി വരുന്ന സർപ്രൈസസ് കേട്ടോ. ഇവിടെ വളരെ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളെയാണ് എനിക്ക് കാണുന്നത്. എല്ലാ ദിവസവും ഒരുപാട് നേരം മെഡിറ്റേഷനും മാനിഫെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം എഫേർട്ട് എടുക്കുന്ന വ്യക്തികളെയാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾ ആ ഒരു എഫേർട്ടിന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അതുകൊണ്ട് വിജയം ലഭിക്കുന്നതാണ്. നൈറ്റ് കപ്പിലൂടെ വിജയം ലഭിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾ അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷത്തിലാണ്. ചില കാര്യങ്ങൾ വളരെ സ്പീഡിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പോകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സ്പീഡിലാണ് പലതും നിങ്ങളുടെ ലൈഫിലേക്ക് എത്താൻ പോകുന്നത്. എന്തൊക്കെയോ കാര്യം പ്രതീക്ഷിക്കുന്നെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് എത്തും കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അടുത്ത് എത്താനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് 1 ദിവസത്തിനുള്ളിൽ എത്താനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 3 ദിവസം, അല്ലെങ്കിൽ 4 ദിവസം, അല്ലെങ്കിൽ എന്തായാലും ഇവിടെ നിങ്ങൾക്കൊരു 10 മാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും. ചിലർക്ക് വളരെ സ്ലോയിലായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും നിങ്ങളുടെ ഹാർഡ് വർക്ക് മാനിഫെസ്റ്റേഷൻ ഒന്നും മുടക്കരുത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് വരണമെന്നില്ല. അപ്പോൾ ചിലർക്ക് ഇവിടെ 9 മാസം എടുക്കും, അല്ലെങ്കിൽ 9 ആഴ്ച എടുക്കും, 8 ആഴ്ച എടുക്കും, അല്ലെങ്കിൽ 8 മാസം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ചിലർക്ക് 5 ദിവസത്തിനുള്ളിലാവാം, 3 ദിവസത്തിനുള്ളിലാവാം, അല്ല 5 മാസത്തിനുള്ളിലാവാം. അപ്പൊ ഈ നമ്പേഴ്സ് ഒക്കെ ഇവിടെ നല്ല നമ്പേഴ്സ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോ തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതുവഴിയുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ ഇത് 4 ഓഫ് സോർട്സ് ആയിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ചുറ്റിനും എന്താ പറയുക ഉറക്കത്തിലൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടതായിട്ട് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ, എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, മൊത്തം ഒരു സ്റ്റക്കായിട്ടുള്ളൊരവസ്ഥ കണ്ടോ. ഈ ഒരു രീതിയിൽ അവക്കനിങ് നിങ്ങളൊരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഇതുവരെ 4 ഓഫ് സോർട്സ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ച് ആണ് വരുന്നത് കേട്ടോ. ഒരു പുതിയ വെളിച്ചം നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. അത് കുറെ നാളുകൾ നിങ്ങൾ ഇങ്ങനെ ഒരു അടച്ചിട്ട മുറിയിലോ അല്ലെങ്കിൽ ഏകാന്തതയിൽ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ, ഒരു പക്ഷെ ജോലി നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ലോസ് ആയിരുന്നിരിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ ഇരുന്ന ഒരു അവസ്ഥയുണ്ട്, ഒറ്റപ്പെട്ട്, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, ഏതെങ്കിലും കടക്കാരെ പേടിച്ച് മുറിക്കുള്ളിൽ ഒതുങ്ങിയിരിക്കേണ്ട അവസ്ഥ, ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത അങ്ങനത്തെ ഒരു സിറ്റുവേഷനോട് നിങ്ങൾ പോയിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന കൈവിട്ടില്ല, ഹാർഡ് വർക്ക് കൈവിട്ടില്ല, മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ ജോലിയുടെ കാര്യത്തിനാണ് ഒരുപാട് നാളായിട്ട് നിങ്ങൾ ജോലി കിട്ടാതെ കാത്തിരിക്കുന്നവരുണ്ടായിരിക്കാം, പഠിച്ചിട്ട് ഒന്നും ആവാതെ കാത്തിരിക്കുന്നവരുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല രീതിയിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ജോലിയാണ് വേണം അതിന് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ അറിയാമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പഠിക്കുന്നതിനോടൊപ്പം ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരും. എന്തെങ്കിലും ഡിലേ ആവുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ജോലിയായി എന്നിട്ട് എനിക്ക് ഇതുവരെ ആയിട്ടില്ല എന്നുള്ള രീതിയിൽ സങ്കടപ്പെടുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ അവർക്കൊക്കെ കിട്ടിയതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്, അല്ലെ കുറച്ചുകൂടെ നല്ലതായിട്ടുള്ളത് തരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് കാത്തിരിക്കുന്നതായിരിക്കാം എന്ന് വിചാരിക്കുക കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ആയിരിക്കാം നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ കുറച്ച് താമസം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഡിലേ ആവുന്നത്. എന്തായാലും നിങ്ങൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വ്യക്തികളെയാണ് എനിക്കിവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ തേടി സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വരുന്നുണ്ട്. അപ്പൊ അതെന്തായാലും നിങ്ങളതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളെ കാത്തിരിപ്പുണ്ട് സർപ്രൈസ് ആയിട്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ഇതുവരെ ജോലിയൊന്നും ആയില്ല, എന്റെ ഫ്രണ്ട്സിനൊക്കെ ജോലിയായി, അപ്പം ഫ്രണ്ട്സൊക്കെ ജോലി, പലരും പറയണ്ട ഫ്രണ്ട്സൊക്കെ ജോലി, എല്ലാവർക്കും ജോലി, അവരുടെ മാരേജും കഴിഞ്ഞു,
എനിക്ക് ഇതുവരെ ജോലി പോലും ആയില്ല എന്നുള്ള സിറ്റുവേഷൻ ഇരിക്കുന്ന വ്യക്തികളുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എന്താ പറയുക, മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിനേക്കാൾ അതിഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ അത് വിഷമിക്കേണ്ട. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് കണ്ടിട്ട് അവർ അത്ഭുതപ്പെടും ഫ്രണ്ട്സ്, കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത്രയും നല്ലതാണ് യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഡിലേ ആയതിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഡിലേ ആവുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ലഭിക്കാനാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അല്ലാതെ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ക്വാളിഫിക്കേഷനുള്ള നല്ല രീതിയിൽ കഴിവുള്ള നിങ്ങൾക്കൊന്നും ലഭിക്കാതിരിക്കില്ല, കേട്ടോ. അപ്പൊ നിങ്ങളുടെ കഴിവിനൊത്ത് തന്നെ അല്ലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ളവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് താമസിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് ക്ഷമയോടെ തന്നെ കാത്തിരിക്കുക. എല്ലാം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പേഷ്യൻസ് ആണ്. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ക്ഷമയാണ്. ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കണം. ഏതൊരു കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക, വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും, കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ സഡൻ പെട്ടെന്നുള്ള ചേഞ്ചസ് ഒക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക്. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സർപ്രൈസ് പെട്ടെന്നായിരിക്കും ചിലരുടെ ലൈഫിലേക്ക്. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അത് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്, കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് റിലീഫ് കിട്ടുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് അഡിക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മദ്യത്തിനോ ഒക്കെ അഡിക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയുക മോചിതനാവാനായിട്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾ നിർത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വരികയായിരിക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടുകൂടി നിങ്ങൾക്ക് അതിന്റെ മെഡിക്കേഷൻ, ആ മരുന്ന് കഴിക്കേണ്ട അവസ്ഥകളിലേക്ക് വരുന്നത് കൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും അഡിക്ഷൻ, വലിക്കുന്നതോ അല്ലെങ്കിൽ കുടിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള പുകവലിയോ മദ്യപാനമോ ഒക്കെ നിങ്ങൾക്ക് നിർത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ലൈഫിലൊരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷെ അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ നിങ്ങൾക്ക് വരുന്നത് കൊണ്ട് നിങ്ങളുടെ ആ ഒരു മോശമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു മദ്യപാന ശീലമോ അല്ലെങ്കിൽ പുകവലിയോ ഒക്കെ നിങ്ങൾക്ക് നിർത്താനായിട്ട് പറ്റുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലെ ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഡിസിഷനും കൊണ്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ അത് പ്രോബ്ലം ആവായിരിക്കും. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ യൂണിവേഴ്സ് തന്നിട്ടുള്ളത്. അതിലൂടെ നിങ്ങളെ കെയർ ചെയ്തതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അങ്ങനെ എന്തോ ആർക്കൊക്കെ സംഭവിക്കുന്നത് അതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചിലർക്ക് അസുഖമായിട്ട് നിങ്ങൾ ബെഡിലാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണെന്ന് എനിക്കിവിടെ കാണുന്നുണ്ട്. എന്തെങ്കിലും രോഗമായിട്ട് വല്ല ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അസുഖങ്ങളിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്, കേട്ടോ. നിങ്ങളുടെ ഒരു ഹെൽത്ത് ഇഷ്യൂവിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു സർപ്രൈസോടുകൂടെ തന്നെ നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂ മാറി നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ രീതിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു സർപ്രൈസ് ആണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആകാൻ പോകുന്നുണ്ട്, കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഇത് ഞാൻ ഇങ്ങനെ കിടക്കയിലാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വരും. ഇനിയും ഒരുപാട് ലൈഫുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് യൂണിവേഴ്സിനോട് പറയുക. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാട്ടോ. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അതൊരു സർപ്രൈസ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തരാൻ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങളുടെ വേറൊരു സർപ്രൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വ്യക്തിയുടേതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇവിടെ 2 കപ്പ് കിട്ടിയിട്ടുണ്ട്. അതൊരു 2 കപ്പ് വന്നിരിക്കുന്ന നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ആരുടെയൊക്കെയോ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഒരു സർപ്രൈസ് ആണ്. നിങ്ങളെ കാണാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 2 വ്യക്തികൾ തമ്മിൽ ഒന്നിക്കാൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ മാരേജ് ആയിരിക്കാം. ആരുടെയെങ്കിലൊക്കെ ലൈഫിലേക്ക് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി തിരികെ വരുന്നുണ്ട്. ഇവിടെ എനിക്ക് നൈറ്റ് കപ്പ് കണ്ടു, ഫൂള് കണ്ടു. പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. 2 കപ്പ് ഉണ്ട്. നിങ്ങളുടെ മാരേജ് ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാൻ പോകുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് പുതിയൊരു ലവ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു സർപ്രൈസ് ആണ്. നിങ്ങളുടെ ഒരു
പഴയത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പാടെ മാറി, പാടെ നിങ്ങളെ ചിലർ പക്ഷെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലവ് അഫെയർ ഉണ്ടായതിൻ്റെതായിട്ടുള്ള സങ്കടത്തിൽ നിങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിൽ നിന്ന് ഒരുവിധമൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടു വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു മാരേജ് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അതിലൂടെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിലേക്ക് ഒരുപക്ഷെ നിങ്ങൾ ആ പഴയതിനെ ഓർത്തോർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരുന്നിരുന്ന അവസ്ഥയായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്, അല്ലെ പുതിയൊരു ലവ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തരുന്ന നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ചേരേണ്ട ആ ഒരു ജോഡി തന്നെ ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. 2 കപ്പ് നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് കരുതി വെച്ചിരിക്കുന്ന ഒരു ലേഡി തന്നെയാണ് എന്ന് എനിക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയും ആയിട്ടാണ് നിങ്ങൾ ചേരേണ്ടത് എന്നുള്ളതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യൂൻ ഓഫ് വാണ്ട് എനർജി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി, നല്ല പൊസിഷനിലുള്ള, നല്ല ജോലിയൊക്കെയുള്ള, നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന, നല്ല ക്വാളിറ്റിയുള്ള, നല്ല വിദ്യാഭ്യാസമൊക്കെയുള്ള നല്ലൊരു ലേഡിയാണ് ഇവിടെ എനിക്ക് കാണുന്നത്. നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ തിരിച്ചും. അപ്പോ നിങ്ങൾ തന്നെ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വേണ്ടത് അതിന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, അത് സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരും കേട്ടോ. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ഒക്കെ ചെയ്യണം. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കണം, യൂണിവേഴ്സിൽ വിശ്വസിക്കണം. നിങ്ങൾ എന്താഗ്രഹിച്ചാലും യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. നിങ്ങൾക്ക് അത് ഓരോരുത്തർക്കും അത് ലഭിക്കാൻ ഓരോ ടൈമുണ്ട്. ആ ഒരു ഡിവൈൻ ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് അത് ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കാനാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പൊ അങ്ങനെ ആ ഒരു യൂണിവേഴ്സിൽ വിശ്വസിച്ച് നിങ്ങളിലും വിശ്വസിച്ച് ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.